നമസ്കാരം. ഞാൻ ശശികല ശശികുമാർ. കലാരവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കഥ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ അമ്മ വീട്ടിൽ സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്ന ഒരു ശ്ലോകമാണ്. ശ്ലോകം എന്ന് പറഞ്ഞാൽ വിജയപ്രദസ്തോത്രം എന്ന് പറയും. അത് നമ്മുടെ ഏത് കാര്യങ്ങൾക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ സ്തോത്രം ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം വിജയിക്കും എന്നാണ് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ദിവസേന അമ്മ രാത്രി അത് ചൊല്ലാറുണ്ട്. ആ ഒരു കഥയുടെ ഒരു ചെറിയൊരു എന്താണ് വിജയപ്രദ സ്തോത്രം എന്ന് നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ കഥയുമായിട്ട് എത്തിയിരിക്കുന്നത്. അതിലെ കുറച്ച് ശ്ലോകങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിക്കേൾപ്പിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശ്രീ ഹനുമൽ പാദർക്കും ശ്രീ ഹനുമൽ പാദർ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശാനുസരണം അർജുനനും ഉപദേശിച്ച ദിവ്യ സ്തോത്രമാണ് വിജയപ്രദ സ്തോത്രം. പണ്ട് ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീരാമസ്വാമി തൻ്റെ ഉത്തമ ഭക്തോത്തമനായ ശ്രീ ഹനുമൽ പാദർക്ക് പരമരഹസ്യമായി ഉപദേശിച്ചിട്ടുള്ളതും ലോകങ്ങളിൽ സർവകാര്യ ജയപ്രദവുമായ ഒരു ദിവ്യ സ്തോത്രം ശ്രീ ഹനുമർ സ്വാമികൾ ഭക്തിവിശ്വാസമായി ജപിച്ചതിനാലാണ് 100 യോജന ദൂരം സമുദ്രം ചാടിക്കടക്കുന്നതിനും ഭാഗ്യാത്ഭാഗ്യതരമായ സീതാദർശനം ലഭിക്കാനും ഇടയായത്. അത്ര മഹാത്മ്യമേറിയ ആ ദിവ്യ സ്തോത്രമാണ് ചിരഞ്ജീവിയായ ശ്രീ ഹനുമർ സ്വാമികൾ ദ്വാപര യുഗത്തിൽ ഭാരത യുദ്ധത്തിനായി തുടർന്ന കൃഷ്ണാർജുനന്മാരുടെ രഥത്തിൽ വെച്ച് അർജുനന് ഉപദേശിച്ചിട്ടുള്ളത്. കാരണം ഭാരത യുദ്ധത്തിൽ തന്നോട് എതിർക്കാനായി വന്നു ചേർന്നിട്ടുള്ള എണ്ണവും കണക്കുമില്ലാത്ത പടകളെയും മഹാരഥന്മാരായ ഭീഷ്മർ, ദ്രോണർ, ശല്യർ, കൃപർ, അശ്വത്ഥാമ മുതലായ ഗുരുഭൂതന്മാരെയും കണ്ട് ഭയന്ന് പരിഭ്രമിക്കുന്നതിനെ ഭക്തവത്സലനും സാരഥിയുമായ ഭഗവാൻ ചെന്താമരാക്ഷൻ തൃക്കൺ പാർത്തിട്ട്, അല്ലയോ അർജുന, നിനക്കിപ്പോൾ തോന്നിയിട്ടുള്ള സർവ്വഭയങ്ങളും നശിച്ച് ഈ മഹായുദ്ധത്തിൽ സർവ്വജയങ്ങളും ലഭിക്കാനുമായി ഞാൻ ഒരു ഉപായം കണ്ടിട്ടുണ്ട്. അതായത് ത്രേതായുഗത്തിൽ ഭക്തവത്സലനായ ശ്രീരാമസ്വാമികൾ സീതാന്വേഷണാർത്ഥം നാനാദിക്കിലും പോകുന്ന വാനര കോടികളിൽ വെച്ച് തൻ്റെ യഥാർത്ഥ ഭക്തനായ ശ്രീ ഹനുമർക്ക് രഹസ്യമായി ഉപദേശിച്ചിട്ടുള്ള വിജയപ്രദ സ്തോത്രത്തിനെ ചിരഞ്ജീവിയായ ശ്രീ ഹനുമാനെ കൊണ്ട് ഞാൻ ഉപദേശിപ്പിച്ചു തരാം. ശ്രീ ഹനുമാനെ നീ ധ്യാനിക്കുക. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തുന്നതാണ്. ഈ കൽപ്പന കേട്ട മാത്രയിൽ അർജുനൻ ഹനുമാനെ ധ്യാനിക്കുകയാൽ കൃഷ്ണാർജുന രഥത്തിൽ ഹനുമാൻ എത്തുകയും ഭഗവാൻ സർവജയപ്രദമായ വിജയപ്രദ സ്തോത്രത്തെ അർജുനന് ഉപദേശിക്കുകയാൽ ആ ദിവ്യ സ്തോത്ര മഹാത്മ്യത്താൽ ഭാരത യുദ്ധത്തിൽ സർവജയവും അർജുനൻ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ സർവജയവും പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്തോത്രമാണ്. അതിൻ്റെ ചെറിയൊരു ലഘു വിവരണമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ശ്ലോകം എന്ന് പറഞ്ഞ ദിവസേന നമ്മൾ രാത്രി കടക്കുമ്പോഴാണ് ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വായിക്കാം. ശിവനെയാണ് ഇതിൽ സ്തുതിക്കുന്നത്. ശ്രീ പരമേശ്വരന്റെ കേശാദിപാദ വർണ്ണന എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കൈലാസമായ ശൈലേ വാണരുളിടും ശൈലേ നന്ദിനി ദേവികാന്ത നമസ്തേ നമോ നമ. ഓങ്കാരൂപ മഹാദേവ ശങ്കര ശംഭോ പങ്കജ ബാണാന്തക നമസ്തേ നമോ നമ. സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജ കാന്ത ശങ്കര ജയ ജയ. മന്മഥൻ തന്നെ വന്നി നേത്രത്തിൽ ദഹിപ്പിച്ചു നന്മയിൽ മനസ്സതിൽ ജനിപ്പിച്ചതിമോദാൽ ജന്മനാശങ്ങളില്ലാതാദ്യന്തമില്ലാതൊരു ചിന്മയാമൂർത്തേ ശംഭോ നമസ്തേ നമോ നമ. സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജ കാന്ത ശങ്കര ജയ ജയ. അംബുജക്ഷണൻ തന്നെ ശരമായി കൽപ്പിച്ചുടൻ സമ്മോദം ത്രിപൂരരെ ദഹിപ്പിച്ചോരു മൂർത്തേ. നിർമ്മലൻ മാർക്കാണ്ഡനാം ഭക്തനു വരം നൽകി തന്മൂലം യമൻ തന്നെ ജയിച്ച കാളകണ്ഠ. സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവതാത്മജ കാന്ത സർവമേ ജയ ജയ. ലോകവിഘ്നങ്ങളെല്ലാം തീർത്തു രക്ഷിച്ചിടുവാൻ നാഗഭൂഷണ അഥവാ കാരുണ്യാദയാവശാൽ വാരണവേഷം പൂണ്ടു രമിച്ച ഗണേശനെ പാരാതെ പാർവതിക്കു കൊടുത്ത നാഥാജയ. ക്ഷീരവാരിധി മദനാന്തരേ വാസുകിയെ പാരാതെ കരം തന്നിൽ കങ്കണമായി ചേർത്തൊരു
സർവദേവതാരൂപ ഈശ്വര ശംഭോ ശിവ പർവ്വതാത്മജാകാന്ത സർവമേ ജയ ജയ. അങ്ങനെ ശിവനെ അവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവന്റെ വർണ്ണനകളാണ് നമ്മളിവിടെ ചെല്ലുന്നത്. കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്നോരു കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗദാനും തുമ്പയും വില്ലോദ്ദളം ഭക്തന്മാരർപ്പിച്ചുള്ളതൻപോടു ധരിച്ചൊരു മൗലിയും മനോഹരം. ആ കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്ന കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗ. അപ്പൊ ശിവന്റെ നെറുകിലാണ് അവിടെ പറയുന്നത്. എത്ര അധികം പ്രകാശത്തോടു കൂടിയാണ് ശിവൻ അവിടെ ഇരിക്കുന്നത്. ആ ഗംഗാദേവിയെ തലയിൽ ധരിച്ചുകൊണ്ടുള്ള ശിവനും തുമ്പയും വില്ലൊദ്ദളം ഭക്തന്മാർ അർപ്പിച്ചുള്ളതൻപോടു ധരിച്ചൊരു മൗലിയും മനോഹരം. നെടിലാതടം തന്നിൽ വന്യനേത്രവും പിന്നെ ചുടലാധാരമായ ഭസ്മധൂളിയുമേറ്റം ഗണ്ഡവും മിന്നുന്നോരു ചാരുകുണ്ടലങ്ങളും കർണവും നാസികയും ഭക്തരെ രക്ഷിച്ചിടും. ചാരുവായി മൃദുതരം മന്ദമായി കടാക്ഷിക്കും വാരീജദളസമം നേത്രവും മനോഹരം. നീലരേഖയെ ധരിച്ചൊരു കണ്ഠവും പിന്നെ ചാലവേ രുദ്രാക്ഷമായുള്ളൊരു മല്യങ്ങളും അസ്ഥിമാലയും മുത്തുമാലയും വില്വമാല എത്രയും മനോഹരമായുള്ള മാല്യങ്ങളും ശൂലവും കപാലവും മാലയും കുഠാരവും ചാലവേ ധരിച്ചോരു കരപങ്കജങ്ങളും മാരവൈരിയാം ദേവൻ തന്മയിലണിഞ്ഞോരു ചാരുഭൂഷണാവലി വീതിയും എത്ര രമ്യം. സർപ്പകങ്കണങ്ങളും സർപ്പകാഞ്ചിയും പിന്നെ സർപ്പമാലയും സർപ്പ മണിഭൂഷണങ്ങളും ബ്രഹ്മാണ്ഡ കടാഹവും തന്നുള്ളിൽ വസിച്ചിടും നന്മയാമുദരവും സുന്ദരം ജഗനവും. ശാർദൂല ചർമ്മം ധരിച്ചുള്ളൊരു കടിതടെ ആർദ്രത ചേർന്നുള്ളൊരു രൂപവും മനോഹരം. കണങ്കാലതും ഭക്തജനങ്ങൾ വിരവോട് വണങ്ങും പാദം രണ്ടും എത്രയും മനോഹരം. കാൽച്ചിലമ്പതും നൃത്തം ചെയ്യുന്ന ശബ്ദങ്ങളും ചേർച്ചയായി പ്രകാശിക്കും മംഗലധ്വനികളും ഹിമവൽ പുത്രിയായ ദേവിതാൻ വസിച്ചിടും വാമഭാഗവും തിരുമേനിയും സദാഹൃതി. ആദ്യന്തഹീനൻ തന്നെ ചിന്തിക്ക വിരവിൽ നീ സാധ്യമായി വരുമെന്നാൽ സർവകാര്യവും ദൃഢം. എത്രയും ഗുഹ്യാമിതോ നിന്നോട് ചൊന്നേനിപ്പോൾ ചിത്തത്തിൽ ഭക്തിയോടും നിത്യമായി പാഠം ചെയ്തു സർവാത്മാ നിശ്ചഞ്ചലൻ തന്നെ ധ്യാനിച്ചു കൊണ്ടാൽ സർവവും സാധ്യമായി വരുമെന്നതേ വേണ്ടൂ. ഉത്തമ ഭക്തശ്രേഷ്ഠനാകിയ ഹനുമാനെ ചിത്തവും എനിക്കേറ്റം കുളിർത്തതിതു മൂലം വിജയപ്രദമായ സാരമാം സ്തോത്രമിതു വിജയം വരുവാനായി സ്തുതിക്ക വിജയ നീ. ഇങ്ങനെ അവനിയിൽ ഭക്തന്മാർക്കെല്ലാവർക്കും മതിയിൽ വിശ്വാസമായി പാഠം ചെയ്വതിനിപ്പോൾ നിയമമൊന്നു ചൊൽവാൻ ഇന്നു ഞാൻ സന്തോഷമായി നിയമിച്ചേവം പാഠം ചെയ്യുവാൻ അങ്ങെല്ലാവർക്കും. പ്രാതകാലത്തു ദേഹശുദ്ധിയെ ചെയ്തുകൊണ്ടു ചേതസി സന്തോഷമായി വിജയപ്രദ സ്തോത്രം നിത്യമായി പാഠം ചെയ്തുകൊണ്ടീടിൽ സർവാഭീഷ്ടം ചിത്തത്തിൽ വിചാരിച്ചതൊക്കവേ സാധിച്ചിടും. ഭുക്താനന്തരം ഭക്തിയോടിതു പാഠം ചെയ്താൽ ഭുക്തിമുക്തിയും വരുമില്ല സംശയമേതും. എത്രയും രഹസ്യമായിരുന്നതിപ്പോഴിതു തത്രൈവ ലോകോപകാരാർത്ഥമായി ചമഞ്ഞിതു. രാത്രിയിൽ ഗൃഹങ്ങളിൽ നിത്യമായി പാഠം ചെയ്താൽ ആർത്തികളെല്ലാം തീർന്നു ഗൃഹവും പുഷ്ടി വരും. ഈശ്വരഭക്തിയുണ്ടായി വന്നിടും ഐശ്വര്യവും ശാശ്വതമായി വരുമില്ല സംശയമേതും. രാത്രിയിൽ ഗൃഹങ്ങളിൽ പാഠവും ചെയ്തിടിനാൽ ആർത്തിയും തീർത്തു ഞാനും നിത്യവും വസിച്ചിടും. രാത്രിയിലേറെ മുഖ്യമെന്നതും അറിയണം രാത്രിയിൽ പാഠം ചെയ്വിനെത്രയും ജനങ്ങളെ. വിജയപ്രദം തന്നെ പാഠം ചെയ്തനന്തരം വിജയനെയും രഥത്തെയും സാരഥിയാകും എന്നെയും ഹൃദിമോദാൽ ചിന്തിക്കുന്നവർകൾക്കു ഉന്നതമായ സർവകാര്യവും താനേ വരും. പുസ്തകമിതു തൊട്ടു വന്ദിച്ചങ്ങൊരു വഴി തത്രൈവ പോയാൽ തന്നെ സാധിക്കും സകലവും. നിത്യവും ഭക്തിയോട് പാഠം ചെയ്തിടുന്നോർക്കു സർവാഭീഷ്ടവും സാധിച്ചിടുമെന്നതു ദൃഢം. നിശ്ചല ഭക്തിയോടും വിജയപ്രദമിതം വിശ്വസിച്ചേറ്റം പാഠം ചെയ്തിടിൻ ജനങ്ങളെ. ഇത്തരം ഫലശ്രുതി ഭഗവാൻ അരുൾ ചെയ്തു ചിത്തസന്തോഷത്തോടെ ഹനുമാൻ തന്നെ നോക്കി. ഭാരതയുദ്ധം കഴിവോളവും രഥം തന്നിൽ സ്വൈരമായി വാണിയിടുക ഹനുമാൻ മഹാമതേ. അങ്ങനെ തന്നെ എന്നങ്ങനുവാദവും ചെയ്തു മംഗലമൂർത്തി തന്നെ വന്ദിച്ചു ഹനുമാനും. വിജയൻ തനിക്കനുഗ്രഹവും ചെയ്തുകൊണ്ടു സജയം കൊടിമരെ പ്രാപിച്ചു വിളങ്ങിനാൻ.
പാർത്ഥനാധ്യാത്മമൊക്കെ കൃഷ്ണനോ മരുൾ ചെയ്തു പാർത്ഥനും കൃതകൃത്യനായിതു സന്തോഷത്താൽ പാർത്ഥനും കൃഷ്ണൻ തന്നെ വന്ദിച്ചു ധൈര്യത്തോടും ധൂർത്തരാം കൗരവരെ വധിച്ചു ജയിച്ചിതു ധർമ്മപുത്രാദികളും കൃഷ്ണൻ തന്നനുജ്ഞയ ധർമ്മേണ രാജ്യം പരിപാലിച്ചു വസിച്ചിതു. ഇത്തരം മുഖ്യമായ വിജയപ്രദ സ്തോത്രം നിത്യമായി പാഠം ചെയ്വിൻ ബുദ്ധിയുള്ളവരെല്ലാം. ഇത്തരം പറഞ്ഞുടനടങ്ങി കിളിമകൾ തത്ര മംഗലം വിജയപ്രദം ശുഭം ശുഭം. ഇതി വിജയപ്രദ സ്തോത്രമാഹാത്മ്യം സമാപ്തം. അങ്ങനെ ഈ വിജയപ്രദ സ്തോത്രം എന്ന പുസ്തകം ഞാനും ഇവിടെ നിത്യമായിട്ട് ചെല്ലുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല വിശ്വാസമാണ് ഈ പുസ്തകത്തിൽ ഈ ഒരു ശ്ലോകം ചെല്ലുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. എല്ലാവർക്കും നമസ്കാരം.